ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വ്ളോഗൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ മാർച്ച് 31 ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേ അറ്റ് വർക്ക്. അപ്പോൾ അതിൻ്റേതായ കുറേ തിരക്കായിരുന്നു. പിന്നെ ആ തിരക്കിൻ്റെ ഇടയ്ക്കായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണും തോന്നുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. അപ്പൂപ്പൻ ഇനിയില്ല. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി എൻ്റെ വളകാപ്പ് പ്രിപ്പറേഷനായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഒരു മാസം ബാക്കിയില്ല. അപ്പോൾ ഈ മാർച്ച് 31 വളകാപ്പ് നടത്താൻ ഇരുന്ന ദിവസമാണ് ഇത് നടന്നത്. അപ്പോൾ അപ്പൂപ്പനാണെങ്കിൽ ഞാൻ എൻ്റെ തലേ ദിവസം രാത്രി ഞാൻ മെഹന്തി ഞാൻ സ്വന്തമായിട്ടാണ് ഇട്ടത്. കയ്യിൽ ഇനി കുറച്ച് ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് മുമ്പേ അപ്പൂപ്പനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറയുമായിരുന്നു, ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, അത് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞ് വെച്ചതായിരുന്നു. അപ്പോൾ അതിന് മുമ്പേ അമ്മൂമ്മ പറഞ്ഞു അപ്പൂപ്പ ആശുപത്രിയിൽ പോയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, കാരണം ആക്ച്വലി ഇടയ്ക്ക് അപ്പൂപ്പന് ഈ ഡയബറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് വയ്യാതൊക്കെ ആവുന്നുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വയ്യാതെ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ സിന്ധുമ്മ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പോൾ അതേപോലെ വീണ്ടും പോയിട്ട് വന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, രാവിലെ ആകുമ്പോൾ വിളിക്കാമല്ലോ, ഞാൻ ഇപ്പോൾ തിരക്കല്ലേ എന്ന് പറഞ്ഞ് വെച്ചതായിരുന്നു. അപ്പോൾ എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണ് വളർത്തിയത് കൊച്ചിലെ തൊട്ട്. പിന്നെ എനിക്ക് ആകെ പ്രശ്നമെന്ന് വെച്ചാൽ, പ്രശ്നമല്ല സങ്കടം, നാട്ടിൽ വരാൻ പറ്റിയില്ല, ചടങ്ങിനൊന്നും കൂടെ നിൽക്കാൻ പറ്റിയില്ല, അമ്മൂമ്മയ്ക്കൊരു ഒരു സപ്പോർട്ടായിട്ടുണ്ടാവാൻ പറ്റിയില്ല, പിന്നെ അപ്പൂപ്പനെ അവസാനമായിട്ടൊന്ന് കാണാനും പറ്റിയില്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ വിഷമം. പിന്നെ ആകെ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും എനിക്കൊന്നിനും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അവരെല്ലാവരും ഫോട്ടോ അയച്ചു തരുന്നുണ്ടായിരുന്നു. അമ്മു സിന്ധുമ്മയൊക്കെ ഫോട്ടോ അയച്ചു തരുന്നുണ്ടായിരുന്നു. എനിക്ക് ഞാൻ നാട്ടിൽ വന്നതും, ഞാൻ ഈ മെറ്റേണിറ്റി ലീവ് ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, അപ്പൂപ്പനും അമ്മൂമ്മയോട് ടൈം സ്പെൻഡ് ചെയ്യാനും, പിന്നെ അവരോട് വെളിയിൽ പോകാനും, അപ്പൂപ്പൻ്റെ മരുന്നെടുത്ത് കൊടുക്കാനും, അപ്പൂപ്പന് കൊച്ചിനെ ഇങ്ങനെ നെഞ്ചത്ത് കിടത്തി ഇങ്ങനെ കിടക്കണമെന്നൊക്കെ ആഗ്രഹമായിരുന്നു. പിന്നെ ഞാനും ജോജിയും ഒന്നിച്ച് ആദ്യമായിട്ടാണ് നാട്ടിൽ വരാനിരുന്നത്. നമ്മൾ കുറേ വർഷങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു നമ്മൾ കുടുംബമായിട്ട് നാട്ടിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അതൊന്നും നടന്നില്ല. എല്ലാം ഭയങ്കര പെട്ടെന്നായിപ്പോയി. ഒരു ഗുഡ് ബൈ പോലും പറയാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം. പക്ഷേ അവരൊക്കെ ചടങ്ങ് നല്ലോണം നടത്തി. എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തന്ന് കണ്ടതിൽ തന്നെ സന്തോഷം. എൻ്റെ മൂക്ക് കടന്നിരിക്കുക കഴിച്ച്, ഞാൻ കരയല്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവിടെ ഞാൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവിടെ കാനഡ കൾച്ചർ വെച്ച് നോക്കുമ്പോഴത്തേക്കും സെലിബ്രേഷൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ വിഷമങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിരുന്നു. ഞാൻ കരയും, ആലോചിക്കും കരയും. അപ്പോഴത്തേക്കും പിന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ബോഡി സ്ട്രെസ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ എനിക്ക് എൻ്റെ US വിസ കഴിഞ്ഞ മാസത്തേക്ക് പോലും ഡോക്ടർ ട്രാവൽ ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു മാസം ബാക്കിയില്ലാത്ത ഞാനെങ്ങനെ നാട്ടിൽ വന്നത്, ചടങ്ങിന് കൂടെ നിൽക്കുന്നത്. സോറി ഗൈസ്, മലയാളം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, എങ്കിൽ ഇവിടെ സെലിബ്രേഷൻ ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ അതായത് നമ്മൾ അവരെക്കുറിച്ചുള്ള നല്ല മെമ്മറീസ് പറയുക, കോമഡി ആയിട്ടുള്ള മെമ്മറീസ് പറയുക. അപ്പം ഭയങ്കര കോമഡി പറയുന്ന ഒരു പുള്ളിയായിരുന്നു. അപ്പോൾ അപ്പൂപ്പനെക്കുറിച്ച് പറയാൻ നല്ല മെമ്മറീസ് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരാണ് വളർത്തിയത് കൊച്ചിലേ തൊട്ടേ. അവരായിരുന്നു എൻ്റെ ലോകം. ഇപ്പോൾ ഒരാൾ പോയപ്പോൾ വല്ലാത്തൊരു ഡിഫറെൻറ്റ് ഒരു സിറ്റുവേഷൻ. ഇനി നാട്ടിൽ വന്ന് വീട്ടിൽ വന്ന് അപ്പൂപ്പൻ അവിടെ ഇല്ല, അപ്പൂപ്പൻ്റെ തമാശ ഒന്നും കേൾക്കാത്തപ്പോഴാണ് കുറച്ചും കൂടെ ഇതായിട്ട് അറിയുന്നത്. ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചിരുന്ന് കരയും, പ്രശ്നമാവും, പിന്നെ വയ്യാതെയാവും. അങ്ങനെ പിന്നെ യോജി എന്നെയും കൊണ്ട് വെളിയിൽ പോവും, ഞാനും ലിയനും വെളിയിൽ പോകും. അപ്പോൾ നമ്മൾ കുറച്ച് പേര് വെളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഓക്കെ ആവും. പിന്നെ രാത്രിയാകുമ്പോൾ വീണ്ടും ആലോചിക്കും, കരയും. അതൊക്കെയായിരുന്നു അവസ്ഥ. അപ്പോൾ മാക്സിമം ഞാൻ എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആക്കി വെച്ചു. പിന്നെ ജോലിയിൽ 2 ദിവസം നേരത്തെ ഇറങ്ങി. ബീറീവ്മെൻറ്റ് പീരിയഡ് എന്ന് പറയും. അതായത് നമ്മുടെ വീട്ടിൽ
നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും മരണപ്പെട്ടാൽ നമുക്ക് ലീവ് എടുക്കാൻ പറ്റും, പെയ്ഡ് ലീവായിട്ട്. അപ്പോൾ അതേപോലെ എടുത്തു. കാരണം ജോലിക്ക് പോയി മൈൻഡ് ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജോലി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതായിരുന്നു. പിന്നെ അമ്മൂമ്മ വിളിച്ച് അമ്മൂമ്മയുടെ വിഷമങ്ങളും കരച്ചിലും കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്ര നാൾ കൂടെ അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇനി അമ്മൂമ്മയ്ക്ക് കൂടെ നിൽക്കാൻ ആരെയോ സിന്ധുമ്മ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അമ്മൂമ്മ ഒറ്റയ്ക്കല്ലായിരിക്കും. ഞാനെന്തായാലും ജൂണൊക്കെ ആകുമ്പോഴാണ് വരാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടുത്തെ സ്കൂൾ കഴിഞ്ഞിട്ട്. അപ്പോൾ സെലിബ്രേഷനായിട്ട് ഓഫ് ലൈഫായിട്ട് ഞാൻ ജസ്റ്റ് അപ്പൂപ്പനെക്കുറിച്ചുള്ള നല്ല മെമ്മറീസ് കുറച്ച് പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. അതാകുമ്പോൾ എനിക്കൊരു ക്ലോഷർ കിട്ടും. എനിക്കൊന്നും അപ്പൂപ്പനോട് ഡയറക്റ്റ്ലി പറയാൻ പറ്റിയില്ല. എൻ്റെ ലൈഫിൽ എൻ്റെ അച്ഛൻ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അപ്പൂപ്പനായിരുന്നു ഒരു മെയിൽ ഫിഗറായിട്ടുള്ളായിരുന്നത്. അപ്പോൾ അപ്പൂപ്പനായിരുന്നു എൻ്റെ കൂടെ. ഇപ്പോൾ ഞാൻ പണ്ട് കരാട്ടയ്ക്കും ടൈക്വാണ്ടോനും എല്ലാം പോകുമായിരുന്നു. അപ്പോൾ അതിൽ മിക്ക മാച്ചിനും വരുന്നത് അപ്പൂപ്പനെ. കാരണം എനിക്ക് 2 ചെറിയ അനിയന്മാരായിരുന്നല്ലോ. ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ, ഇപ്പോൾ ഒരാൾ സ്കൂളിൽ ഇപ്പോൾ കഴിയാൻ പോകുന്നതേ, ഒരാളിപ്പോൾ കോളേജിൽ കയറിയതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അനിയന്മാരെ നല്ല ചെറുതായതുകൊണ്ട് അപ്പൂപ്പന് ആയിരുന്നു എൻ്റെ കൂടെ വരുന്നത്. നമ്മൾ ബസ്സും ട്രെയിനും ഒക്കെ പിടിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. തക്കലിൽ സീറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് സീറ്റ് കിട്ടി. അതിൽ നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ടേൺ എടുത്ത് പോവുമായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ ബസ് ചില സമയത്ത് ലാസ്റ്റ് മിനിറ്റ് ബസ് കയറി നമ്മൾ പോവുമായിരുന്നു. അപ്പോൾ ഒരു സീറ്റൊക്കെ ഉള്ള സമയത്ത് ഞാനും അപ്പൂപ്പനും മാറി മാറി സ്റ്റെപ്പ് ഇരുന്നൊക്കെ പോകുമായിരുന്നു. അപ്പൂപ്പന് അത്രയ്ക്കും പ്രായം കുറവൊന്നും ഇല്ലായിരുന്നു. എന്നാലും അപ്പൂപ്പന് അങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കൊച്ചിലെ സ്കൂളിൽ പോകുമ്പോൾ പീനിയൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ചെന്നൈയിലൊരു സ്കൂളിലായിരുന്നു. അപ്പോൾ ആ സ്കൂളിലും അപ്പൂപ്പനാണ് എന്നെ കൊണ്ടാക്കിക്കൊണ്ടിരുന്നതും തിരിച്ച് വന്നുകൊണ്ടിരുന്നത്. നടന്നു പോകും, നമ്മൾ നടന്ന് തിരിച്ചു വരും. അതേപോലെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്. ഞാൻ അന്ന് UKGയിലോ 1ാം ക്ലാസ്സിലോ. അപ്പൂപ്പൻ വരും മുമ്പേ ഞാൻ ഇറങ്ങി. അപ്പോൾ പാരൻസ് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോണതിന് കൂടെ ഞാൻ പോയി. അപ്പോൾ അവർ വിചാരിച്ചാൽ അവിടെ ആരോ കൊച്ചാണെന്ന്. അങ്ങനെ ഞാൻ പോയി കടയിൽ പോയി ചോക്കിയൊക്കെ മേടിച്ച്, അത് പണ്ടൊരു മിഠായി ഇങ്ങനെ ഉറിഞ്ചു കുടിക്കുന്ന ഒരു സുനയാണ്. അങ്ങനെ അത് മേടിക്കാൻ വേണ്ടി ഞാൻ പോയായിരുന്നു. കടയിൽ പോയി ഞാൻ അത് മേടിച്ച് അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ കടയിലെ ആളെ നമുക്കറിയാം. നമ്മൾ ഡെയിലി നമ്മുടെ റുട്ടീനാണ്. സ്കൂളിൽ പോവുക, തിരിച്ച് വരുന്ന വഴിക്ക് കടയിൽ കയറുക, 2 മിഠായി മേടിക്കുക, തിരിച്ച് വീട്ടിൽ പോയതാണ് പരിപാടി. അങ്ങനെ അത് മേടിച്ച് ഞാൻ കടയിൽ വെയിറ്റ് ചെയ്യണം. പൈസ കൊടുത്തിട്ടില്ലല്ലോ. പുള്ളിക്ക് പൈസ അല്ലായിരുന്നു പ്രശ്നം, ഞാൻ ഒറ്റയ്ക്ക് വന്നായിരുന്നു കടയിലുള്ള പുള്ളിക്കാരൻ്റെ പ്രശ്നം. അപ്പോൾ പുള്ളി പറഞ്ഞ മക്കളിവിടെ ഇരിക്കുക, അപ്പൂപ്പ ഇപ്പോൾ വരുമെന്ന്. അങ്ങനെ അപ്പൂപ്പ സ്കൂളിൽ പോയി എന്നെ തപ്പി കണ്ടില്ല. അപ്പൂപ്പൻ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ലാസ്റ്റ് കടേൻ്റെ അവിടെ വന്ന് മോളെ കണ്ടോ കൊച്ചിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വഴക്കും തെറിയും എല്ലാം കേട്ട് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. അമ്മൂമ്മയും അപ്പൂപ്പനും എന്നെ കൊന്നില്ലാതേ ഉള്ളൂ. അങ്ങനെ അന്ന് തൊട്ടേ ഞാലാമ്പായിരുന്നു. അങ്ങനെ അവരാണ് എന്നെ, അപ്പൂപ്പനാണെങ്കിൽ എന്നെ ഒരിക്കൽ മുടി വെട്ടാൻ കൊണ്ടുപോയി കൊച്ചിലെ. എനിക്ക് മുടി വെട്ടാൻ താല്പര്യമില്ല. ഞാൻ മറ്റേ മഷ്റൂം കട്ട് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് അന്ന് എൻ്റെ മുടി വളർന്നിരുന്നുകൊണ്ട് വീണ്ടും കട്ട് ചെയ്യാൻ പോയപ്പോൾ അവരെൻ്റെ കാത് മുറിച്ചു തന്നു. അങ്ങനെ ഞാൻ വീടെത്തുന്നവരെ അപ്പൂപ്പനെ ഞാൻ വഴക്ക് പറയുമായിരുന്നു. അപ്പൂപ്പൻ കാരണം എൻ്റെ കാത് മുറിഞ്ഞ് എനിക്ക് കാത് കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട്. പിന്നെ ഞാൻ ചെന്നൈയിലായിരുന്നപ്പോൾ അപ്പൂപ്പനും ചെന്നൈയിലായിരുന്നു. അമ്മൂമ്മ ഒറ്റയ്ക്ക് നാട്ടിലായിരുന്നു കുറച്ച് വർഷം. അവരുടെ ഒരു വീടൊക്കെ ചെന്നൈയിലുണ്ടായിരുന്ന എന്തോ വസ്തുയുടെ കാര്യങ്ങൾക്ക് എന്തോ ബിസിയായിരുന്നു അപ്പൂപ്പൻ ചെന്നൈയിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പൂപ്പൻ ചെന്നൈയിൽ ബസ് കയറി വരുമായിരുന്നു നമ്മുടെ വീടിനങ്ങോട്ട്. എന്നിട്ട് നമ്മൾ ബസ് കയറി അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോകും. പിന്നെ ഞാൻ ഒരു 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഞാൻ ചെന്നൈ വിട്ട് അപ്പൂപ്പനും ഞാനും നാട്ടിലേക്ക് വന്ന് അമ്മൂമ്മയുടെ കൂട്ടിൽ സെറ്റിലായി. അമ്മൂമ്മ ഒറ്റയ്ക്കല്ലേ. അമ്മൂമ്മ ഒറ്റയ്ക്ക് രാത്രി ഒരു ദിവസം എന്തോ പേടിച്ച് കാറെന്തോ പോയതാ, പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എണീച്ച് ഉറക്കത്തിൽ ഓടി തലയൊക്കെ ഇടിച്ച് വീണായിരുന്നു. ഇപ്പോഴല്ല, ഇത് കുറേ വർഷം മുമ്പേ ആയിരുന്നു. ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത്. അതോടെ നമ്മൾ പറഞ്ഞില്ലേ ഞാൻ അമ്മൂമ്മേനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. അങ്ങനെ +1 +2 ഞാൻ നാട്ടിൽ വന്നായിരുന്നു. വീണ്ടും അവിടെ കൂടെ നിൽക്കാൻ പറ്റി. +1 +2 തൊട്ട് കോളേജ് ഡിഗ്രി 3rd ഇയർ വരെ ഞാൻ അവിടെ നിന്നു. പിന്നെയാണ് ഈ കാനഡയിൽ പോകാനുള്ള പോക്ക് നോക്കി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അത്രയും വർഷം എനിക്ക് അവിടെ കൂടെ നിൽക്കാൻ പറ്റി. പിന്നെ 2024 ഞാൻ നാട്ടിൽ വന്നപ്പോഴത്തേക്കും അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും ഒന്നും കൂടെ കാണാൻ പറ്റി. ലിയനും കാണാൻ പറ്റി. ഇപ്പം മോൾക്ക് കാണാനുള്ള ഭാഗ്യമില്ല. 1 മാസം ബാക്കിയില്ലായിരുന്നു. ഫോട്ടോ എങ്കിലും കാണിക്കാൻ പറ്റിയതെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു.
പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൂപ്പന് നാട്ടിൽ വന്നിട്ട് കൊച്ചിനെ കാത് കുത്താൻ കൊണ്ടുപോകണം, കൊച്ചിന് പാട്ട് പഠിപ്പിക്കണം, എന്തൊക്കെയായിരുന്നു ആഗ്രഹം. എന്തൊക്കെ ഐഡിയ സ്റ്റാർ സിംഗർ പോലെ എന്തൊക്കെ ഷോ ഒക്കെ കണ്ടിട്ട് പറയും കൊച്ചിനെ പാട്ട് പഠിപ്പിക്കണം, കൊച്ച് നാട്ടിൽ വരുമ്പോൾ. അപ്പോൾ ഡെയിലി വൈകിട്ട് അടുപ്പിച്ചാകുമ്പോഴത്തേക്കും എന്നെ വിളിക്കും, നാട്ടിലത്തെ വൈകിട്ടേ കൊച്ചിനെ കൊച്ചു വിളി, അങ്ങനെ എന്നെ വിളിക്കും. അങ്ങനെ ഞാൻ ജോലിയില്ല യൂഷ്വലി. അങ്ങനെ ഞാൻ ഒരു 5 മിനിറ്റ് അടുപ്പിച്ച് ഞാൻ പറയും ഐ ബി റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എനിക്ക് 15 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. അപ്പോൾ ആ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മാറി നിന്ന് സംസാരിക്കും. കാരണം ഇവർക്ക് മലയാളം അല്ലേ അറിയാവൂ. നമ്മൾ ജോലിയിൽ മലയാളം സംസാരിക്കാൻ പാടില്ല, ഇംഗ്ലീഷ് അല്ലാത്ത കോമൺ ലാംഗ്വേജ് അല്ലാതെ സംസാരിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. ബട്ട് ഞാൻ പിന്നെ മാറിപ്പോയി സംസാരിക്കും. പിന്നെ ഞാൻ ജോലിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയോ വയസ്സായി, അപ്പോൾ അവരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലാംഗ്വേജിൽ സംസാരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ അവിടുത്തെ വർക്കേഴ്സിന് എല്ലാവർക്കും ഓക്കെയാണ്. അവരെല്ലാവരും ഓക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനങ്ങനെ സംസാരിക്കും. അപ്പോൾ സംസാരിക്കും, കാര്യം പറയും. അപ്പോൾ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേനെ കുറേ തമാശ കേൾക്കും. 2 മിനിറ്റ് അപ്പൂപ്പ അമ്മൂമ്മേനെ മുത്തേന്നും അമ്മൂമ്മ അപ്പൂപ്പനെ കിളിയെന്നും വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2 മിനിറ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിളി മുത്തേന്ന്, 3-ാമത്തെ മിനിറ്റ് ആകുമ്പോഴത്തേക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു നാറി ഇതൊക്കെ പറഞ്ഞ്. അതൊക്കെ ഒരു കോമഡിയാണ് കാണാൻ. അപ്പോൾ എന്തായാലും നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അപ്പൂപ്പനെ കുറിച്ച് പറയാൻ. എനിക്ക് എന്തായാലും ഒന്നുകൂടെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഇതുവരെ മാറിയിട്ടില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരുടേതായ ഓർമ്മകളിൽ ഇങ്ങനെ ജീവിക്കുക, അത്ര തന്നെ. പിന്നെ എന്തായാലും നാട്ടിൽ വരുമ്പോഴത്തേക്കാണ് അതിൻ്റേതായ ശരിക്കുമുള്ള ഒരു മിസ്സിങ് നമ്മൾ അറിയാൻ പോകുന്നത്. ബിക്കോസ് ഇത്രയും നാൾ കൂടെ ഉണ്ടായി, അതും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ്. രാവിലെ വെളുപ്പിനെ 6:30 മണിക്കോ 6 മണി തൊട്ടേ അവരെന്നെ വിളിക്കുമോ. പക്ഷേ ഞാൻ ഈ പ്രഗ്നൻസി ഇത്രയും ലേറ്റ് സ്റ്റേജ് ആയതുകൊണ്ട് എനിക്ക് ഈ ഉറക്കമൊന്നും ശരിയാവുന്നത്, തിരിഞ്ഞും മറിഞ്ഞോ കിടക്കുന്നത്. അപ്പം ഞാൻ നെറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടക്കണേ. എന്നെ വാട്സാപ്പിലാണ് അവരെല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും എന്നെ വാട്സാപ്പിൽ വിളിച്ച് കോളൊന്നും വന്നില്ല. ലാസ്റ്റ് അമ്മു ആണെങ്കിൽ എന്നെ അല്ലാതെ കോൾ വിളിച്ചപ്പോഴത്തേക്കും നെറ്റ് ഓണായി. അപ്പോഴത്തേക്കും ഷടപടേ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ യോജീനെ കൊണ്ട് എണീച്ചൊന്ന് ഫോൺ എടുത്ത് തരുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഫോൺ എടുത്ത് തന്നപ്പോഴത്തേക്കാണ് ഞാൻ കാണുന്നത് കോൾ മീ ഏർജൻ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ കാര്യം, ബോധമില്ലാതെ എണീക്കുക. എണീച്ചിട്ട് എന്താ പറ്റിയത് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അപ്പൂപ്പൻ ഇല്ല, അപ്പൂപ്പൻ മരണപ്പെട്ടു, പെട്ടെന്നായിരുന്നു, കാർഡിയാക് അറസ്റ്റായിരുന്നു. ആ കാർഡിയാക് അറസ്റ്റൊന്നും കൂടെ കേട്ടപ്പോൾ എനിക്ക് എല്ലാം കൂടെ അങ്ങ് ഓർമ്മ വന്നു. കാരണം എൻ്റെ അച്ഛനും ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത്. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചങ്ങ് കയറി വന്നു. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യും, ഞാൻ ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിരുന്നു. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ പോകാനും പറ്റുന്നില്ല, ആകെ വിഷമമാണ്, ആകെ വല്ലാത്തൊരു സിറ്റുവേഷനായിപ്പോയി. പിന്നെ എനിക്ക് ആ വളകാപ്പൊക്കെ ക്യാൻസൽ ചെയ്ത് ഇപ്പം ഇനി വളകാപ്പിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ ഇരിക്കും തോറും ഞാൻ കരച്ചിലും വിളിയുമായിരുന്നു എനിക്ക്. പിന്നെ കുറേ പേര് ദൂരെ നിന്ന് വന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരോടൊക്കെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു സിറ്റുവേഷനായിപ്പോയി. പിന്നെ ഇവരെ മാത്രം നാട്ടിൽ അയക്കാനും പറ്റില്ല, എനിക്കും പോകാൻ പറ്റില്ല. ആകെ നമ്മുടെ ഫാമിലിയിൽ നിന്നായിട്ട് ആരും പോയില്ല. പക്ഷേ അവരെല്ലാം, ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പൂപ്പൻ ലാസ്റ്റ് പക്ഷേ ഒന്നും അറിയാതെ പെട്ടെന്ന് പോയതായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു സന്തോഷം, കിടന്ന് കഷ്ടപ്പെടാതെ പെട്ടെന്ന് ഒന്നും അറിയാതെ പോയത്. പക്ഷേ ഒരു ബായ് പോലും പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം, അത്രേ ഉള്ളൂ. എന്തായാലും നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അപ്പൂപ്പനെ കുറിച്ച് പറയാൻ. അപ്പൂപ്പൻ ഭയങ്കര കോമഡിയൊക്കെ പറയുമായിരുന്നു. അപ്പൂപ്പൻ നല്ലോണം കുക്ക് ചെയ്യുമായിരുന്നു. അപ്പൂപ്പൻ എല്ലാ ഫുഡും കുക്ക് ചെയ്യുമായിരുന്നു. പിന്നെ മുറ്റത്ത് ചെടിയൊക്കെ നട്ട് അത് വളർത്തി നമ്മൾ തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ ചെറുതായിട്ട്, കൃഷിയൊന്നുമല്ല, ജസ്റ്റ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ അപ്പൂപ്പന് കാലൊന്നും വയ്യായിരുന്നു. അപ്പോൾ പിന്നെ അപ്പൂപ്പൻ അത് അധികം ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പൂപ്പൻ നല്ലോണം ബജ്ജിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ നമ്മൾ അമ്മൂമ്മേനെ, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് അമ്മൂമ്മേനെ ഭ്രാന്ത് പിടിപ്പിക്കുകയായിരുന്നു ഇടയ്ക്ക്. അമ്മൂമ്മയ്ക്ക് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മളവിടെ ഇവിടെയൊക്കെ വെളിയിലൊക്കെ ഇറങ്ങി ഓരോന്നും ചെയ്ത് കയറി വരുമ്പോൾ അമ്മൂമ്മയ്ക്ക് ഭ്രാന്താവും. അങ്ങനെ നമ്മൾ പറഞ്ഞു വിടും.
രണ്ടും പൊക്കോണം എന്നൊക്കെ പറഞ്ഞു വിടും. അപ്പോൾ രാവിലെ തൊട്ട് ഞാൻ അപ്പൂപ്പനും ബസ് കയറി കഴക്കൂട്ടത്തൊക്കെ പോയി ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് വരും ഉച്ചയ്ക്ക് കഴിക്കാൻ. അങ്ങനെ നമ്മൾ പോയി കറങ്ങിയിട്ടൊക്കെ വരും. ചിലപ്പോൾ റിലയൻസ് ട്രെൻഡ്സിലൊക്കെ കയറി ഒരു ഉടുപ്പൊക്കെ മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ അമ്മൂമ്മ നോക്കിയാവും. നമ്മൾ രണ്ടുപേരും പറഞ്ഞു വിടുമ്പോൾ അമ്മൂമ്മയ്ക്ക് ഇച്ചിരി പീസായിരുന്നു. നമ്മൾ ഫുൾ ടൈം വീട്ടിൽ ആയിരുന്നു. പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, സ്കൂട്ടറിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. ഞാൻ പോയതിന് ശേഷം പിന്നെ സിന്ധോമ്മയൊക്കെയാണ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മൂമ്മയ്ക്കൊന്നും ബസ്സൊന്നും ഇപ്പോൾ കയറാൻ വയ്യായിരുന്നു. അപ്പൂപ്പനും അങ്ങനെയായിരുന്നു, ബുദ്ധിമുട്ടായ ഒരു ഏജ് കഴിഞ്ഞില്ലേ. ബട്ട് 77 വയസ്സ് വരെ അപ്പൂപ്പൻ ഉണ്ടായി. അപ്പൂപ്പന് ആ ഒരു ലാസ്റ്റ് കാണാൻ പറ്റിയില്ല എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും എനിക്ക് ഫോട്ടോസെല്ലാം അയച്ചു തന്നു. അപ്പൂപ്പൻ യൂഷ്വലി ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് കിടന്നുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പൂപ്പനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തിയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് അപ്പൂപ്പൻ കിടന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെ ഉള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പൂപ്പൻ പോയി എന്ന് കണ്ടിട്ട് പോലും എനിക്കൊരു ഇത് തോന്നിയില്ല. അപ്പൂപ്പൻ നല്ല സുന്ദരനായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്രയേ ഉള്ളൂ മെമ്മറി ആയിട്ട് ഇനി പറയാൻ. അപ്പോൾ എന്തായാലും ദിസ് ഈസ് മൈ എന്താ പറയുക, എൻ്റെ അപ്പൂപ്പൻ്റെ ഓർമ്മകളായിട്ട് ഞാൻ പറയുന്നു. അത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഗൈസ്. See you in my next vlog. Bye bye.